ഫോർത്ത് ചാപ്റ്റർ ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് എക്സസൈസ് 4.2 അതിലെ സ്റ്റെപ്പ് പ്രോബ്ലംസ് ആണ് ചെയ്യാനുള്ളത്. ഈ സെക്കൻഡ് ക്വസ്റ്റ്യൻ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമ്മളോട് പറയുന്നത് സോൾവ് ദ പ്രോബ്ലംസ് ഗിവൺ ഇൻ എക്സാമ്പിൾ 1 എന്നുള്ളതാണ്. അതായത് ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 71 അവിടെ നമുക്ക് എക്സാമ്പിൾ 1 തന്നിട്ടുണ്ട്, 2 സ്റ്റെപ്പ് പ്രോബ്ലംസ്. അത് ഈ ഫാക്ടറൈസേഷൻ മെത്തേഡിൽ സോൾവ് ചെയ്യാനാണ് നമ്മളോട് ആദ്യമായിട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വായിച്ചേ. ജോൺ ആൻഡ് ജീവന്തി ടുഗദർ ഹാവ് 45 മാർബിൾസ്. അല്ലെ, ജോൺ എന്ന് പറഞ്ഞ ആൾക്കും ജീവന്തി എന്ന് പറഞ്ഞ ആൾക്കും രണ്ടു പേർ കൂടെ ചേർന്ന് എത്ര മാർബിൾസ് ഉണ്ട് കയ്യില്? 45 മാർബിൾസ് ഉണ്ടെന്നാ പറഞ്ഞിരിക്കുന്നത്. ജോണിന്റെ കയ്യിൽ എക്സ് മാർബിൾസ് ഉണ്ടെന്നിരിക്കട്ടെ, എത്ര മാർബിൾസ് കാണും ജീവന്തിയുടെ കയ്യിൽ? നമുക്കതിനെ വൈ എന്ന് വിളിക്കാം. അപ്പൊ എന്താ ക്വസ്റ്റ്യന് പറഞ്ഞിരിക്കുന്നത്? രണ്ടു പേർ കൂടെ ചേർത്തല്ലേ, ജോൺ ആൻഡ് ജീവന്തി ടുഗദർ ഹാവ് 45 മാർബിൾസ് എന്നാ പറഞ്ഞിരിക്കുന്നത്. അതായത് ജോണിന്റെ കയ്യിൽ എക്സ് ഉണ്ട് പ്ലസ് ജീവന്തിയുടെ കയ്യിൽ വൈ ഉണ്ട്, രണ്ടും കൂടെ ചേർത്ത് എത്ര ഉണ്ട്? 45 മാർബിൾസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ വൈ ജീവന്തിയുടെ എത്ര മാർബിൾസ് കാണും? 45 മൈനസ് എക്സ് മാർബിൾസ് കാണും. മനസ്സിലായല്ലോ? അപ്പൊ ജോണിന്റെ കയ്യിൽ എക്സ് മാർബിൾസും ജീവന്തിയുടെ എത്ര മാർബിൾസും ഉണ്ട്? 45 മൈനസ് എക്സ് മാർബിൾസും ഉണ്ട്. പിടികിട്ടിയില്ലേ? നമ്മൾ ഇതാണ് ആദ്യം എഴുതേണ്ടത്. അപ്പൊ നമ്മൾ ജോണിന്റെ കൈവശമുള്ള മാർബിൾസിന്റെ എണ്ണം എക്സ് എന്നും അതേപോലെ ഈ ജീവന്തിയുടെ കയ്യിലുള്ള മാർബിൾസിന്റെ എണ്ണം എത്രന്നാ? 45 മൈനസ് എക്സ് എന്നും എടുക്കുന്നു. ഇത് ഇങ്ങനെ തന്നെ വേണമെന്നില്ല, തിരിച്ചുമാകാം. അപ്പൊ ജീവന്തിയുടെ കയ്യിലുള്ള മാർബിൾസിന്റെ എണ്ണം എക്സ് എന്നും ജോണിന്റെ കയ്യിലുള്ള മാർബിൾസിന്റെ എണ്ണം 45 മൈനസ് എക്സ് എന്നും എടുക്കാം. എങ്ങനെയായാലും സംഗതി സെയിം തന്നെ. ആ ക്വസ്റ്റ്യന്റെ സെക്കൻഡ് ലൈൻ വായിച്ചേ. ബോത്ത് ഓഫ് ദം ലോസ്റ്റ് 5 മാർബിൾസ് ഈച്ച്. അല്ലെ, രണ്ടു പേരുടെ കയ്യിൽ നിന്നും എത്ര മാർബിൾസ് നഷ്ടപ്പെട്ടു? 5 മാർബിൾസ് നഷ്ടപ്പെട്ടു. ജോണിന്റെ കയ്യിൽ എത്ര മാർബിൾസ് ഉണ്ടായിരുന്നു? ജോണിന്റെ കയ്യിൽ എക്സ് മാർബിൾസ് ഉണ്ടായിരുന്നു. അല്ലെ, ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് രണ്ടുപേരുടെയും കയ്യിൽ നിന്ന് 5 മാർബിൾസ് വീതം നഷ്ടപ്പെട്ടു. 5 മാർബിൾസ് ഈച്ച് ആണ്. അതായത് ജോണിന്റെ കയ്യിൽ നിന്ന് 5 മാർബിൾസ് നഷ്ടപ്പെട്ടു, ജീവന്തിയുടെ കയ്യിൽ നിന്നും 5 മാർബിൾസ് നഷ്ടപ്പെട്ടു. സോ ജോണിന്റെ കയ്യിൽ ആദ്യം എത്ര മാർബിൾസ് ഉണ്ടായിരുന്നു? എക്സ് മാർബിൾസ് ഉണ്ടായിരുന്നു. അതിൽ 5 എണ്ണം നഷ്ടപ്പെട്ടെന്നാണ് പറയുന്നത്. സോ ബാക്കി എത്ര വരും? എക്സിൽ നിന്ന് 5 മാർബിൾസ് പോകും. ഇതേപോലെ ജീവന്തിയുടെ കയ്യിലുള്ള മാർബിൾസിൽ നിന്ന് എത്ര എണ്ണം നഷ്ടപ്പെട്ടു? 5 എണ്ണം നഷ്ടപ്പെട്ടു. ഇപ്പോൾ ജീവന്തിയുടെ കയ്യിൽ എത്ര മാർബിൾസ് ഉണ്ട്? 45 മൈനസ് എക്സ് ഉണ്ട്. അതിൽ നിന്ന് എന്ത് സംഭവിച്ചു? 5 മാർബിൾസ് നഷ്ടപ്പെട്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലെ, 5 മാർബിൾസ് ലോസ്റ്റ് എന്നാണ് പറഞ്ഞത്. സോ -5 എന്ന് പറഞ്ഞാൽ എത്ര വരും? 45 മൈനസ് 5 എത്രയാണത്? 40 മൈനസ് എക്സ് മാർബിൾസ് ആണ് ഈ 5 മാർബിൾസ് നഷ്ടപ്പെട്ടതിന് ശേഷം ജീവന്തിയുടെ ഉള്ളത്. ക്വസ്റ്റ്യനിലെ അടുത്ത ലൈൻ വായിക്കുമ്പോഴേ, ആൻഡ് ദ പ്രോഡക്റ്റ് ഓഫ് നമ്പർ ഓഫ് മാർബിൾസ് ദേ നൗ ഹാവ് ഈസ് 124 എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ മാർബിൾസ് നഷ്ടപ്പെട്ടല്ലോ, നഷ്ടപ്പെട്ടതിന് ശേഷം ബാക്കി വന്ന മാർബിൾസ് ഇല്ലേ, ഏതാണത്? എക്സ് മൈനസ് 5ഉം 40 മൈനസ് എക്സും. ഇതിന്റെ പ്രോഡക്റ്റ് എടുക്കുമ്പോൾ, അല്ലെ, അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ അവരുടെ കയ്യിലുള്ള മാർബിൾസിന്റെ പ്രോഡക്റ്റ്, ഇപ്പോൾ അവരുടെ കയ്യിലുള്ള മാർബിൾസ് എന്ന് പറഞ്ഞാൽ ഈ 5 എണ്ണം നഷ്ടപ്പെട്ടതിന് ശേഷമുള്ള മാർബിൾസാ. അതിന്റെ പ്രോഡക്റ്റ് എടുക്കുമ്പോൾ എത്ര വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. കണ്ടോ, ദ പ്രോഡക്റ്റ് ഓഫ് ദ നമ്പർ ഓഫ് മാർബിൾസ് ദേ നൗ ഹാവ് ഈസ് 124 എന്ന്. അതായത് ഇപ്പോൾ ജോണിന്റെ കയ്യിലുള്ള മാർബിൾ എക്സ് മൈനസ് 5 ആണ്. ഇപ്പോൾ ജീവന്തിയുടെ കയ്യിലുള്ള മാർബിൾ 40 മൈനസ് എക്സ് ആണ്. ഈ ഇപ്പോഴുള്ള മാർബിൾസിന്റെ പ്രോഡക്റ്റ് എടുക്കുമ്പോൾ എത്ര വരുമെന്ന്? 124 വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. Then find the number of marbles each of them had to start with. അതായത് ഈ തുടക്കത്തിൽ ഇവരുടെ കയ്യിൽ ഉണ്ടായിരുന്ന മാർബിൾസിന്റെ എണ്ണം, ഈ 5 എണ്ണം നഷ്ടപ്പെടുന്നതിന് മുമ്പേ ജോണിന്റെ കയ്യിലും ജീവന്തിയുടെ കയ്യിലും ഉണ്ടായിരുന്ന മാർബിൾസിന്റെ എണ്ണമാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ സിമ്പിൾ ആണ്. ഈ 2 ബ്രാക്കറ്റ് നമുക്കൊന്ന് എക്സ്പാൻഡ് ചെയ്ത് ഇതിനെ ഒരു ഇക്വേഷൻ ആക്കണം ആദ്യം. സോ എക്സ് ഇൻറ്റു 40 40x, എക്സ് ഇൻറ്റു മൈനസ് എക്സ് മൈനസ് എക്സ് സ്ക്വയർ, -5 ഇൻറ്റു 40 -200 -5 ഇൻറ്റു എക്സ് പ്ലസ് 5x ഈസ് ഈക്വൽ ടു 124. അല്ലേ, ഈ 124നെ ഇപ്പുറത്തെ സൈഡിൽ കൊണ്ടുവരാമല്ലോ. സോ എത്ര വരും? ഇവിടെ മൈനസ് എക്സ് സ്ക്വയർ ആദ്യം എഴുതാം. മൈനസ് എക്സ് സ്ക്വയർ, ഇവിടെ കണ്ടോ, ഇവിടെ ഒരു 40x ഉണ്ട്, ഇവിടെ ഒരു 5x ഉണ്ട്. സോ 40 പ്ലസ് 5 എത്ര വരും? പ്ലസ് 45x. ഇവിടെ ഒരു -200 ഉണ്ട്. ഈ 124 ഇപ്പുറത്ത് വരുമ്പോൾ -124 ഈസ് ഈക്വൽ ടു 0. ദാറ്റ് ഈസ് -x സ്ക്വയർ പ്ലസ്
45x മൈനസ് 324 ഈസ് ഈക്വൽ ടു 0 എന്നാണ്. നമ്മളൊരു ക്വസ്റ്റ്യനില് ഈ എക്സ് കോർഡിനേറ്റ് മൈനസ് വന്നാൽ ചിലപ്പം കണക്ക് ചെയ്യാനും ഒരു ബുദ്ധിമുട്ട് വരും. പ്രത്യേകിച്ച് ഈ ഫാക്ടറൈസേഷൻ ചെയ്യുമ്പം എല്ലാ ടീമിനെയും ഒരു -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തേ. മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു -1 എക്സ് സ്ക്വയർ മൈനസ് 45x പ്ലസ് 324 ഈസ് ഈക്വൽ ടു 0. നമുക്കിതിനെ ഇനി ഫാക്ടറൈസ് ചെയ്യണം അല്ലേ? എങ്ങനെ ഫാക്ടറൈസ് ചെയ്യുന്നേ? സം എടുക്കുമ്പോൾ -45 വരണം അല്ലേ? പ്രോഡക്റ്റ് എടുക്കുമ്പോൾ 324 വരണം. ആ നമ്പേഴ്സ് ഏതൊക്കെയാണ്? ചെയ്ത് പ്രാക്ടീസ് ഉണ്ടാകും. ഞാൻ പഴയ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുള്ള പോലെ നമുക്കത് ഈ 324നെ ഒന്ന് ഫാക്ടറൈസ് ചെയ്ത് നോക്കിയേ പറ്റുള്ളൂ. 324 എന്ന് പറഞ്ഞാൽ 1 ഇൻറ്റു 324 എന്ന് എഴുതാം അല്ലേ? അതേപോലെ 2 ഇൻറ്റു 162 എന്ന് എഴുതാം, 4 ഇൻറ്റു 81 എന്ന് എഴുതാം, 3 ഇൻറ്റു 108 എന്ന് എഴുതാം അല്ലേ? പിന്നെ 6 ഇൻറ്റു 54. ഇങ്ങനെ ധാരാളം കോമ്പിനേഷൻസ് നോക്കണം നമ്മളെ. അപ്പൊ ഈ എക്സസൈസിൽ ഫാക്ടേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഫാക്ടേഴ്സ് ചെയ്യുക തന്നെ വേണം. അടുത്ത എക്സസൈസോട്ട് ഇതൊക്കെ ചെയ്യാൻ നമുക്കൊരു ഫോർമുല ഉണ്ട്. അപ്പൊ ഇങ്ങനെ ധാരാളം കോമ്പിനേഷൻസ് നോക്കണം. സോ 9 ഇൻറ്റു 36 എന്ന് ഒരു കോമ്പിനേഷൻ ഉണ്ട്. അപ്പൊ ഇതേപോലെ എത്ര കോമ്പിനേഷൻസ് വേണമെങ്കിലും എഴുതാം. നമ്മൾ എന്താ നോക്കേണ്ടത്? ഈ തന്നിരിക്കുന്ന നമ്പേഴ്സിൽ ഏത് രണ്ട് നമ്പേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 324 കിട്ടും, ഏത് രണ്ട് നമ്പേഴ്സ് കൂട്ടുമ്പോൾ 45 കിട്ടും. നോക്കിക്കേ, ഇവിടെ 9നും 36നും ഒരു ചാൻസ് ഉണ്ടല്ലേ? 36ഉം 9ഉം ആണല്ലോ. 36 ഇൻറ്റു 9 ഇൻറ്റു 36 എത്ര കിട്ടുമെന്നാ? 324 കിട്ടും. നമ്മൾ ഫാക്ടറൈസ് ചെയ്തപ്പോൾ കിട്ടിയതാ. അപ്പൊ 36 ഇൻറ്റു 9 ചെയ്താൽ 324 കിട്ടും. 36 പ്ലസ് 9 ചെയ്താൽ 45 കിട്ടും. നമുക്ക് ശരിക്കും -45 ആ വേണ്ടത്. സോ 36 പ്ലസ് 9 ചെയ്താൽ 45 വരികയുള്ളൂ, പ്ലസ് 45 വരികയുള്ളൂ. അപ്പൊ -45 വരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? -36ഉം -9ഉം കൂടെ ആഡ് ചെയ്യണം അല്ലേ? സോ -36 -9 എത്ര? -45 അല്ലേ? അപ്പം നമുക്ക് ഈ -36ഉം -9ഉം കൂടെ കൂട്ടുമ്പോൾ -45 കിട്ടും. -36 ഇൻറ്റു -9 ചെയ്താലോ 324 കിട്ടും. അപ്പൊ നമുക്ക് രണ്ട് നമ്പേഴ്സ് കിട്ടിയല്ലോ, -36ഉം -9ഉം. ഇനി എന്ത് ചെയ്യണമെന്നാ പറഞ്ഞത്? ഓർക്കുന്നോ? ഈ എക്സ് സ്ക്വയർ ഇവിടെ എഴുതുക, ഇവിടെ 324 അതേപോലെ എഴുതുക. ഇത് നമ്മൾ രണ്ടാമത്തെ ചാപ്റ്ററിൽ, ഈ വർഷം സെക്കൻഡ് ചാപ്റ്ററിൽ നമ്മളിത് പഠിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ 9ാം ക്ലാസ്സിൽ നമ്മളിത് പഠിച്ചിട്ടുണ്ട്. സോ ഈ -45xന് പകരം നമ്മൾ എന്ത് കൊടുക്കണം? -36 അല്ലേ? -36x -9x അല്ലേ? ഇനി എന്ത് കോമൺ എടുക്കാം? ഇവിടുന്ന് ഒരു എക്സ് കോമൺ എടുക്കാം. x ഇൻറ്റു x -36. ഇവിടെ നമുക്കൊരു -9 കോമൺ എടുക്കാം. -9 ഇൻറ്റു x -36 ഈസ് ഈക്വൽ ടു 0. രണ്ടിടത്തും x -36 കോമൺ എടുക്കാം. സോ x -36 ഇൻറ്റു x -9 ഈസ് ഈക്വൽ ടു 0 ആണല്ലോ. സോ ഇവിടെ നമുക്ക് എക്സിന്റെ വാല്യൂ കിട്ടും. x ഈസ് ഈക്വൽ ടു 36ഉം കിട്ടും, x ഈസ് ഈക്വൽ ടു 9ഉം കിട്ടും. അപ്പൊ നമ്മളോട് ശരിക്കുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഈ ജോണിന്റെ കയ്യിലും ജീവന്തിയുടെ കയ്യിലും എത്ര മാർബിൾസ് തുടക്കത്തിൽ ഉണ്ടായിരുന്നുള്ളതാണ്. അപ്പൊ നമുക്ക് രണ്ട് വാല്യൂസ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് രണ്ടെണ്ണം ഉപയോഗിച്ച് ഇത് കണ്ടുപിടിക്കാം. ഏതൊക്കെയാണത്? x ഈസ് ഈക്വൽ ടു 36 എന്നൊരു വാല്യൂ കിട്ടി, അത് നമ്മൾ ഇട്ട് കൊടുക്കണം. അതേപോലെ x ഈസ് ഈക്വൽ ടു 9 എന്നുള്ള വാല്യൂ കിട്ടി. ഈ രണ്ട് വാല്യൂസും നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കണം. ശരി, അപ്പൊ x ഈസ് ഈക്വൽ ടു 36 ആണെങ്കിൽ ജോണിന്റെ കയ്യിൽ എത്ര മാർബിൾസ് ഉണ്ട്? 36 മാർബിൾസ് വരും അല്ലേ? അതേപോലെ ജീവന്തിയുടെ കയ്യിൽ എത്ര മാർബിൾസ് ഉണ്ടാകും? 45 മൈനസ് എക്സ് എന്നത്, ദാറ്റ് ഈസ് 45 മൈനസ് എക്സ് എത്രയാണ്? 36 ഈസ് ഈക്വൽ ടു 9 അല്ലേ? സോ x ഈസ് ഈക്വൽ ടു 36 ആണെങ്കിൽ മാർബിൾസിന്റെ എണ്ണം ഏതൊക്കെയാണ്? 36ഉം വരാം, 9ഉം വരാം. ഇതേപോലെ നമ്മൾ x ഈസ് ഈക്വൽ ടു 9 ഇട്ട് കൊടുക്കണം കേട്ടോ. x ഈസ് ഈക്വൽ ടു 9 ഇട്ട് കൊടുക്കുമ്പോൾ ജോണിന്റെ കയ്യിൽ എത്ര മാർബിൾസ് ഉണ്ടാകും? 9 മാർബിൾസ് ഉണ്ടാകും അല്ലേ? അതേപോലെ ജീവന്തിയുടെ കയ്യിൽ എത്ര മാർബിൾസ് ഉണ്ടാകും? 45 മൈനസ് എക്സ് എന്നാ പറഞ്ഞത്, ദാറ്റ് ഈസ് 45 മൈനസ് 9 ഈസ് ഈക്വൽ ടു 36 മാർബിൾസ് ഉണ്ടാകും. മനസ്സിലായല്ലോ? അപ്പൊ ഇവിടെ എത്ര മാർബിൾസ് ഉണ്ടാകും? 9ഉം 36ഉം അല്ലേ? അപ്പൊ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് തുടക്കത്തിൽ ഈ ജോണിന്റെ കയ്യിലും ജീവന്തിയുടെ കയ്യിലും എത്ര മാർബിൾസ് ഉണ്ടായിരുന്നുള്ളതാണ്. ഒരാളുടെ കയ്യിൽ 36 മാർബിളും മറ്റേയാളുടെ കയ്യിൽ 9 മാർബിൾസും ഉണ്ടാകും. ഇതാണ് നമ്മുടെ ആൻസർ. ആ എക്സാമ്പിൾ 2 രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇനി നമ്മളോട് എക്സസൈസിൽ ചോദിച്ചിരിക്കുന്നത്. എ കോട്ടേജ് ഇൻഡസ്ട്രി പ്രൊഡ്യൂസസ് എ സർട്ടൻ നമ്പർ ഓഫ് ടോയ്സ് ഇൻ എ ഡേ. ഒരു ദിവസം ഒരു കോട്ടേജ് ഇൻഡസ്ട്രിയിൽ കുറച്ച് ടോയ്സ് ഉണ്ടാക്കുന്നു. ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് ഈച്ച് ടോയ് വാസ് ഫൗണ്ട് ടു ബി
55 മൈനസ് ദ നമ്പർ ഓഫ് ടോയ്സ് പ്രൊഡ്യൂസ്ഡ് ഓൺ ദ ഡേ എന്നൊക്കെ പറഞ്ഞത് ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യനിൽ എന്താണ് കണ്ടുപിടിക്കേണ്ടതെന്നുള്ളത് ആദ്യം നോക്കണം. ആ ക്വസ്റ്റ്യന്റെ ലാസ്റ്റ് ലൈൻ വായിച്ചേ, ഫൈൻഡ് ദ നമ്പർ ഓഫ് ടോയ്സ് പ്രൊഡ്യൂസ്ഡ് ഓൺ ദ ഡേ എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യമേ അതിൽ തുടങ്ങാം. നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന നമ്പർ ഓഫ് ടോയ്സ് എന്നല്ലേ, സോ നമുക്ക് അതൊന്ന് എഴുതി തുടങ്ങാമല്ലോ. സോ നമ്പർ ഓഫ് ടോയ്സ് ബി, ലെറ്റ് ദ നമ്പർ ഓഫ് ടോയ്സ് ബി, നമുക്കതിനെ എക്സ് എന്ന് വിളിക്കാം. ഇനി നമുക്ക് ആ ക്വസ്റ്റ്യന്റെ ബാക്കി വായിക്കാമേ. സെക്കൻഡ് ലൈൻ, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് ഈച്ച് ടോയ് ഈസ്, ഒരു ടോയിയുടെ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ വാസ് ഫൗണ്ട് ടു ബി 55 മൈനസ് നമ്പർ ഓഫ് ടോയ്സ് പ്രൊഡ്യൂസ്ഡ് ഓൺ ദ ഡേ. മനസ്സിലായോ? ഇവിടെ നമ്പർ ഓഫ് ടോയ്സ് എത്ര എന്ന് എടുത്തിട്ടുണ്ട്? എക്സ് എന്ന് എടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ സെക്കൻഡ് ലൈൻ ഒന്നുകൂടെ വായിച്ചേ, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് ഈച്ച് ടോയ്. അങ്ങനെയാണ് ആ സെക്കൻഡ് ലൈൻ പറഞ്ഞിരിക്കുന്നത്. എന്താ അതിന്റെ ഫോർമുല? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് ഈച്ച് ടോയ് വാസ് ഫൗണ്ട് ടു ബി 55 മൈനസ് അല്ലെ 55 മൈനസ് നമ്പർ ഓഫ് ടോയ്സ് പ്രൊഡ്യൂസ്ഡ് ഇൻ എ ഡേ, ഒരു ദിവസം ഉണ്ടാക്കിയ ടോയ്സിന്റെ എണ്ണം അല്ലെ. സോ 55 മൈനസ് നമ്പർ ഓഫ് ടോയ്സ്, നമ്പർ ഓഫ് ടോയ്സ് എത്ര നമ്മൾ എടുത്തിട്ടുണ്ട്? എക്സ് എന്ന് എടുത്തിട്ടുണ്ട്. മനസ്സിലായോ? സോ നമുക്ക് രണ്ട് സ്റ്റെപ്പ് വളരെ എളുപ്പത്തിൽ കിട്ടി. മൂന്നാമത്തെ ലൈൻ വായിച്ചേ, ഓൺ എ പർട്ടിക്കുലർ ഡേ, ഒരു പ്രത്യേക ദിവസം, ദ ടോട്ടൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ വാസ് 750. ഒരു ദിവസം ടോട്ടൽ കോസ്റ്റ് 750 ആയെന്നാ പറഞ്ഞത്. എന്താ ഇതിന്റെ അർത്ഥം? എന്താ ഈ ടോട്ടൽ കോസ്റ്റും എന്താ ഈ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് ഈച്ച് ടോയും? ഈ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് ഈച്ച് ടോയ് എന്ന് പറഞ്ഞാൽ ഒരു ടോയ് ആണെങ്കിൽ ഈ ഒരു ടോയ് ഉണ്ടാക്കാനുള്ള കോസ്റ്റ് ആണ് 55 മൈനസ് എക്സ്. മനസ്സിലായോ? ഇങ്ങനെ ഒരു ടോയ് ഉണ്ടാക്കാനുള്ള കോസ്റ്റ് 55 മൈനസ് എക്സ്. ഇതേപോലെ എത്ര ടോയ് ഉണ്ട്? മൊത്തം എക്സ് ടോയ്സ് ഉണ്ട് മൊത്തം. പിടികിട്ടിയോ? ഒരു ചെറിയ എക്സാമ്പിൾ പറഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് ടോയ്സ് 10 ആണെന്നിരിക്കട്ടെ, ഒരു ടോയ് ഉണ്ടാക്കാനുള്ള കോസ്റ്റ് 5 റുപ്പീസ് ആണെന്നിരിക്കട്ടെ. പിടികിട്ടിയോ? ടോട്ടൽ നമ്പർ ഓഫ് ടോയ്സ് 10 ആണ്, ഒരു ടോയ് ഉണ്ടാക്കാൻ 5 രൂപ വേണം. ആകെയുള്ള ഈ പേനയുടെ എണ്ണം 10 എണ്ണം, ഒരു പേന ഉണ്ടാക്കാൻ 5 രൂപയാകും. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ പെൻസ്, അതായത് 10 ടോയ് ഉണ്ടാക്കാൻ എത്ര രൂപയാകും? 10 into 5 50 ആണ് 10 പേന ഉണ്ടാക്കാൻ വരുന്ന ചെലവ്. ഇതേപോലെയുള്ളൂ. ടോട്ടൽ നമ്പർ ഓഫ് ടോയ്സ് എക്സ് ഉണ്ട്. മനസ്സിലായോ? അതിൽ ഓരോ ടോയിയുടെയും കോസ്റ്റ്, ഓരോ ടോയും ഉണ്ടാക്കാനുള്ള ചെലവെന്ന് പറഞ്ഞാൽ 55 മൈനസ് എക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ കോസ്റ്റ് നമുക്ക് എങ്ങനെ കിട്ടുക? ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ എക്സ് ഇൻറ്റു 55 മൈനസ് എക്സ് ഈസ് ഈക്വൽ ടു എത്രയാണ്? 750 അല്ലേ? സോ ഈ ബ്രാക്കറ്റ് ഒന്ന് എക്സ്പാൻഡ് ചെയ്യാമോ? എക്സ് ഇൻറ്റു 55 എക്സ് മൈനസ് എക്സ് ഇൻറ്റു എക്സ്, എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 750. ഈ 750 ഇപ്പുറത്ത് കൊണ്ടുവരാമോ? സോ എക്സ് സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ അല്ലെ, പ്ലസ് 55 എക്സ്, 750 ഇപ്പുറത്ത് വരട്ടെ, മൈനസ് 750 ഈസ് ഈക്വൽ ടു 0. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഇവിടെ എല്ലായിടത്തും ഒരു -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഈ എക്സ് സ്ക്വയറിന്റെ കൂടെയുള്ള മൈനസ് അങ്ങ് മാറി കിട്ടും. സോ മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു -1 എക്സ് സ്ക്വയർ, 55x ഇൻറ്റു -1 മൈനസ് 55x അല്ലെ, മൈനസ് 750 ഇൻറ്റു -1 പ്ലസ് 750 ഈസ് ഈക്വൽ ടു 0. നമ്മളോട് ഫാക്ടറൈസേഷൻ മെത്തേഡിലാണ് സോൾവ് ചെയ്യാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പൊ രണ്ട് നമ്പേഴ്സ് ഉണ്ട്. ആ രണ്ട് നമ്പേഴ്സിന്റെ സം എടുക്കുമ്പോൾ -55 വരണം, പ്രോഡക്റ്റ് എടുക്കുമ്പോൾ 750 വരണം. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ എന്ത് ചെയ്യണം? ഈ 750യെ ഫാക്ടറൈസ് ചെയ്യണം അല്ലേ? നിങ്ങൾക്ക് നല്ല പ്രാക്ടീസ് ഉണ്ടെങ്കിൽ നേരത്തെ ഈ വർഷത്തെ സെക്കൻഡ് ചാപ്റ്ററും അതേപോലെ കഴിഞ്ഞ വർഷത്തെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് സെക്കൻഡ് ചാപ്റ്റർ എല്ലാം നന്നായിട്ട് പഠിച്ചവർക്ക് കുറച്ചുകൂടെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുമായിരിക്കും. സോ നമ്മൾ ഈ 750യെ നമ്മൾ ഇങ്ങനെ ഫാക്ടറൈസ് ചെയ്യണം. 1 ഇൻറ്റു 750, 2 ഇൻറ്റു 375 അല്ലേ, 3 ഇൻറ്റു 250, ഇങ്ങനെ ഓരോ കോമ്പിനേഷൻ നമ്മൾ എടുത്തു നോക്കണം. 5 ഇൻറ്റു 150, ഇങ്ങനെ നമ്മൾ ഓരോ കോമ്പിനേഷൻസ് എടുക്കണം. ഇതിൽ ഈ സം ചെയ്യുമ്പോൾ -55ഉം പ്രോഡക്റ്റ് വരുന്നത് 750 ആകുന്നത് എപ്പോഴാണെന്ന് ചെക്ക് ചെയ്യണം. അപ്പം 10 ഇൻറ്റു
75, അത് 750 ആണ് അല്ലേ? നമ്മൾ ഇതുപോലെ പോസിബിൾ കോമ്പിനേഷൻസ് എഴുതി നോക്കണം കേട്ടോ ഇതൊക്കെ ചെയ്യാനേ. നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം ഇവിടെ 25ഉം 30ഉം ഉണ്ട് കണ്ടോ. എത്ര 25 പ്ലസ് 30? 25 പ്ലസ് 30 55 ആ. നമുക്ക് -55 ആ വേണ്ടത്. സോ -25 -30 എടുത്താൽ നമുക്ക് -55 കിട്ടും അല്ലേ? ഈ -25 ഇൻറ്റു -30 ചെയ്താലോ നമുക്ക് 750 കിട്ടുകയും ചെയ്യും. സോ നമ്മുടെ ആ നമ്പേഴ്സ് ഏതാ? -25ഉം -30ഉം ആണ് നമ്മുടെ നമ്പേഴ്സ്. അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ഇതിനെ ആ മിഡ്ടേ സ്പ്ലിറ്റ് ചെയ്യാമല്ലോ. സോ x² അതേപോലെ ഇടുക പ്ലസ് 750 അതിനെ അതേപോലെ എഴുതുക അല്ലേ? സോ -55x നമുക്ക് -25x -30x എന്ന് എഴുതാം. ഇവിടുന്ന് ഒരു x കോമൺ എടുക്കുക, x ഇൻറ്റു x -25. ഇവിടുന്ന് -30 കോമൺ എടുക്കുക, x മൈനസ് കോമൺ എടുക്കുമ്പോൾ ഈ പ്ലസ് മാറി -25 ഈസ് ഈക്വൽ ടു 0 വരും. ഇവിടെയും x -25, ഇവിടെ x -25 ഉണ്ട്. സോ x -25 ഇൻറ്റു ബാക്കി എത്ര വരും? x -30 ഈസ് ഈക്വൽ ടു 0. സോ x എത്രയാണ്? x -25 അല്ലേ? സോ x ഈസ് ഈക്വൽ ടു 25 കിട്ടും. ഇവിടെ x ഈസ് ഈക്വൽ ടു 30 കിട്ടും. എക്സിന് 2 വാല്യൂ കിട്ടി. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ഫൈൻഡ് ദ നമ്പർ ഓഫ് ടോയ്സ് ആണ്. മനസ്സിലായോ? അപ്പൊ എക്സ് ഈ 2 വാല്യൂസ് വിട്ടു കൊടുക്കുക. എക്സ് ഈസ് ഈക്വൽ ടു 25ഉം വരാം, എക്സ് ഈസ് ഈക്വൽ ടു 30ഉം വരാം. എക്സ് ഈസ് ഈക്വൽ ടു 25 വരുമ്പോൾ നമ്പർ ഓഫ് ടോയ്സ് എത്ര ആയിരിക്കും? 25 ആയിരിക്കും. മനസ്സിലായോ? അതേപോലെ എക്സ് ഈസ് ഈക്വൽ ടു 30 വരുമ്പോൾ നമ്പർ ഓഫ് ടോയ്സോ? മനസ്സിലായോ? സോ ദ നമ്പർ ഓഫ് ടോയ്സ് ഈസ് 30, 25 ഓർ 30. മനസ്സിലായല്ലോ? എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതേപോലെ തന്നെ ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ എക്സസൈസിലെ അവസാന ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 6. ഇതേപോലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ശരി, നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യാം. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് ഈ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ഫൈൻഡ് 2 നമ്പേഴ്സ് ഹൂസ് സം ഈസ് 27 എന്നാ പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ 2 നമ്പേഴ്സ് കൂട്ടുമ്പോൾ 27 കിട്ടുമെന്നാ ചോദിച്ചിരിക്കുന്നത്. 2 നമ്പേഴ്സിന്റെ സം എത്രയാണ്? 27 ആണെന്ന്. നമുക്കിതിനെ 2 രീതിയിൽ എടുക്കാം കേട്ടോ. നമുക്ക് ഒരു നമ്പറിനെ എക്സ് എന്നും മറ്റേ നമ്പറിനെ വൈ എന്നും എടുക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 27. ഇവിടെ നമുക്ക് വൈയുടെ വാല്യൂ കിട്ടും. വൈ ഈസ് ഈക്വൽ ടു 27 മൈനസ് എക്സ്. ഇങ്ങനെ വേണമെങ്കിൽ എടുക്കാം. ചില ആളുകൾ പറയും 2 നമ്പേഴ്സ് കൂട്ടുമ്പോൾ 27 അല്ലേ കിട്ടുന്നേ. അപ്പൊ അതിൽ ഒരു നമ്പറിനെ നമ്മൾ എക്സ് ആയിട്ട് എടുക്കും. 2 നമ്പേഴ്സ് കൂട്ടുമ്പോൾ 27 ആണ്. അതിൽ ഒരു നമ്പർ എക്സ് ആണെങ്കിൽ മറ്റേ നമ്പർ എത്രയാണ്? 27 മൈനസ് എക്സ്. ഇത് രണ്ടും ചെയ്താലും സെയിം ആ കിട്ടുന്നത് കണ്ടോ. ഒരു നമ്പർ എക്സും മറ്റേ നമ്പർ 27 മൈനസ് എക്സും. ഈ 2 രീതിയിൽ നമുക്ക് ചെയ്യാം. ചില ആളുകൾ നേരിട്ട് ഈ സ്റ്റെപ്പിലോട്ട് പോകും. ലെറ്റ് എക്സ് 27 മൈനസ് എക്സ് ബി ദ 2 നമ്പേഴ്സ് എന്ന് ചില ആളുകൾ പറയും. ചില ആളുകൾ ഇങ്ങനെ ലെറ്റ് എക്സ് ആൻഡ് വൈ ബി 2 നമ്പേഴ്സ് സച്ച് ദാറ്റ് എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 27 എന്ന് പറയും. ഈ 2 രീതിയിൽ എടുത്താലും നമുക്ക് ഒരേ സ്റ്റെപ്പ് തന്നെയാണ്, ഒരേ രീതിയിൽ തന്നെയാണ് നമുക്ക് ഇതിനെ സോൾവ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ഇത് 2ൽ ഏതെങ്കിലും ഇഷ്ടമുള്ള മെത്തേഡിൽ എടുക്കാമേ. അപ്പൊ ഈ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ഫൈൻഡ് 2 നമ്പേഴ്സ് ഹൂസ് സം ഈസ് 27 എന്നാണ്. ലെറ്റ് എക്സ് ആൻഡ് വൈ ബി ദ നമ്പേഴ്സ്. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് എടുക്കാം. ഞാൻ ഈ എടുത്ത ഒന്നാമത്തെ മെത്തേഡ് പോലെ. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത് ക്വസ്റ്റ്യനിൽ? ആൻഡ് പ്രോഡക്റ്റ് ഈസ് 182 എന്നാ. ഈ 2 നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് ഏതൊക്കെയാ? 2 നമ്പേഴ്സ് എക്സിന്റെയും വൈയുടെയും പ്രോഡക്റ്റ് എത്രയാണ്? 182. സോ എക്സ് ഇൻറ്റു ഏതാ വൈ? വൈ എന്ന് പറഞ്ഞാൽ 27 മൈനസ് എക്സ് ഈസ് ഈക്വൽ ടു 182 ആണ്. സോ എക്സ് ഇൻറ്റു 27 എക്സ്. എക്സ് ഇൻറ്റു മൈനസ് എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 182. ഇവിടുന്ന് പഴയ പോലെ 182നെ ഇപ്പുറത്ത് കൊണ്ടുവരാം. സോ ഈ മൈനസ് എക്സ് സ്ക്വയർ ആദ്യം എഴുതാം. മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് 27 എക്സ്. ഈ 182 ഇപ്പുറത്ത് വരട്ടെ. മൈനസ് 182 ഈസ് ഈക്വൽ ടു 0. ഇനി നമുക്ക് ഇവിടുന്ന് ഇവിടെ എല്ലായിടത്തും ഒരു പഴയ ക്വസ്റ്റ്യൻ ചെയ്ത പോലെ -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ -1 ഇൻറ്റു എക്സ് സ്ക്വയർ -1 ഇൻറ്റു 27 എക്സ് -27 എക്സ് -1 ഇൻറ്റു -182 പ്ലസ് 182 ഈസ് ഈക്വൽ ടു 0. ഇവിടെ നിങ്ങൾക്ക് ഇതിനെ വ്യത്യസ്തമായിട്ട് ചെയ്യാം കേട്ടോ. ഇവിടെ കണ്ടോ, ഇവിടെ ഈസ് ഈക്വൽ ടു 182 അല്ലേ ഇവിടെ ഉള്ളത്. കണ്ടോ, ഇവിടെ 182 ഉണ്ട്. ഇതുകൊണ്ട് ഇങ്ങനെ ചെയ്യാതെ ഈ ഒരു സ്റ്റെപ്പ് നമ്മൾ ഇതുവരെ ചെയ്ത ഈ ഒരു സ്റ്റെപ്പ് ചെയ്യാതെ ഈ മൈനസ് എക്സ് സ്ക്വയറിനെ റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുപോയാൽ എത്ര വരും? ഈ മൈനസ് എക്സ് സ്ക്വയർ ഈക്വൽസിന്റെ ഇപ്പുറത്ത് വരുമ്പം പ്ലസ് എക്സ് സ്ക്വയർ ആകും.
മനസ്സിലായോ? ഇവിടെ 27x ഉണ്ട്, അത് ഈക്വൽസിന്റെ റൈറ്റ് സൈഡിൽ കൊണ്ടുപോയാൽ -27x വരും. ഇപ്പൊ ഇവിടെ 0 അല്ലേ? അപ്പൊ ഇങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇതേ കണ്ടോ, x² -27x + 182 = 0. അത് തന്നെ നമുക്ക് ഇവിടെ കിട്ടിയേ. x² -27x + 182 = 0. നിങ്ങളുടെ പ്രാക്ടീസ് ആണ് ഇതെല്ലാം കേട്ടോ. നിങ്ങൾ നന്നായിട്ട്, നിങ്ങൾക്ക് എത്രത്തോളം പ്രാക്ടീസ് ചെയ്യാമോ അത്രത്തോളം പെട്ടെന്ന് നിങ്ങൾ ഇതിനകത്ത് എക്സ്പേർട്ട് ആകും. അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മുടെ പഴയ കലാപരിപാടികൾ വന്നിട്ടുണ്ട്. രണ്ട് നമ്പേഴ്സിന്റെ സം എടുക്കുമ്പോൾ -27 വരണം അല്ലേ? പിന്നെ രണ്ട് നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് എടുക്കുമ്പോൾ 182 വരണം. അപ്പൊ നമുക്ക് ഈ 182-നെയാണ് നമ്മൾ പ്രോഡക്റ്റിനെയാണ് എപ്പോഴും ഫാക്ടറൈസ് ചെയ്യേണ്ടത്. സോ 1 × 182 വരാം. ഇതേപോലെ നിങ്ങൾ ഫാക്ടറൈസ് ചെയ്യണം. 2 × 91 വരാം. 7 × പറ്റുമോ? 7 × 2 14 അല്ലേ? 42 26 അല്ലേ? 7 × 26 182 കിട്ടും. പക്ഷേ 26 + 7 ചെയ്താലൊന്നും ഈ 27 കിട്ടത്തില്ലല്ലോ. പിന്നെ നമുക്ക് ആകെ പറ്റുന്നത് ഇവിടുന്ന് ഒരു 2 അല്ലേ? 26 എന്ന് പറഞ്ഞാൽ 2 × 13 ആ. 2 അങ്ങോട്ട് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 14 × 13 പറ്റുമായിരിക്കും അല്ലേ? സോ കണ്ടോ, 14 × 13 എത്ര? 182. 14 + 13 എന്ന് പറഞ്ഞാൽ 27 ആ. നമുക്ക് വേണ്ടത് -27 അല്ലേ? അപ്പൊ നമ്മൾ ഏതെടുക്കണം? -14-ഉം -13-ഉം എടുത്താൽ മതി അല്ലേ? -14 × -13 എത്രയാണ്? 182 അല്ലേ? -14 + -13 എടുത്താൽ -27 വരും അല്ലേ? സോ നമ്മുടെ നമ്പേഴ്സ് ഏതാണ്? -14-ഉം -13-ഉം. അപ്പൊ പഴയ പോലെ ഇംപ്ലൈസ് x² ഈ 182-നെ ഇതേപോലെ ഇടുക = 0. -27x പകരം നമുക്ക് -14x -13x കൊടുക്കാം. ഇവിടുന്ന് നമുക്ക് ഈ രണ്ടിടത്തുനിന്ന് നമുക്ക് കോമൺ എടുക്കാമല്ലോ. ഇവിടുന്ന് ഒരു x കോമൺ എടുക്കാൻ ബാക്കി x -14. ഇവിടെ ഒരു -13 കോമൺ എടുക്കാൻ ബാക്കി x -14 = 0. സോ x -14 രണ്ടിടത്തുനിന്നും കോമൺ എടുക്കാൻ ബാക്കി x -13 = 0. സോ എക്സിന്റെ വാല്യൂ നമുക്ക് ഇവിടെ 14 കിട്ടും, ഇവിടെ എക്സിന്റെ വാല്യൂ 13 കിട്ടും. നമ്മളോട് ഫൈൻഡ് 2 നമ്പേഴ്സ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പഴയ ക്വസ്റ്റിന് ചെയ്ത പോലെ രണ്ട് കേസും എടുക്കണം. x = 14 എന്നുള്ള കേസും എടുക്കണം, x = 13 എന്നുള്ള കേസ് എടുക്കണം. സോ x = 14 ആണെങ്കിൽ നമുക്ക് y യുടെ വാല്യൂ ഇക്വേഷൻ നമ്പർ 1-ൽ നിന്ന് കണ്ടുപിടിക്കാമല്ലോ. എത്ര y? 27 - x 14 അല്ലേ? എത്രയാണത്? 13 വരും. അപ്പൊ ഇതേപോലെ x = 13 ആണെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ നമ്പർ 1-ൽ നിന്ന് y യുടെ വാല്യൂ കണ്ടുപിടിക്കാമല്ലോ. y = 27 - x എന്ന x എത്ര? 13 = 14. സോ നമ്മുടെ ആൻസേഴ്സ് ഏതൊക്കെ വരാം? ഒന്നെങ്കിൽ നമുക്ക് ഈ രണ്ട് ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചത് ഫൈൻഡ് 2 നമ്പേഴ്സ് എന്നാ ചോദിച്ചത് അല്ലെ? ഫൈൻഡ് 2 നമ്പേഴ്സ് ഹൂസ് സം ഈസ് എന്നൊക്കെ ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മുടെ രണ്ട് നമ്പേഴ്സ് ഒന്നെങ്കിൽ 14-ഉം 13-ഉം ആയിരിക്കും, അല്ലെങ്കിൽ ഇവിടുത്തെ പോലെ 13-ഉം 14-ഉം ആയിരിക്കും കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ഈ നാലാമത്തെ ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഫൈൻഡ് 2 കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് എന്നാ, പോസിറ്റീവ് ഇന്റിജേഴ്സ് എന്നാ ചോദിച്ചിരിക്കുന്നത്. ഈ കോൺസിക്യൂട്ടീവ് എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താണെന്ന് അറിയുമോ? അടുത്തടുത്ത നമ്പേഴ്സ് എന്ന അർത്ഥം. 3 കഴിഞ്ഞാൽ അടുത്ത നമ്പർ ഏതാ? 4 അല്ലേ? സോ 3 and 4 ആർ കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് അല്ലേ? ഇതേപോലെ 10 എടുത്താൽ അടുത്ത നമ്പർ ഏതാ? 11 അല്ലേ? സോ 10 and 11 ആർ കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ്. അപ്പൊ നമുക്കറിയാമല്ലോ, ഈ 3-ന്റെ കൂടെ 1 കൂട്ടിയാലാ 4 കിട്ടുക, 10-ന്റെ കൂടെ 1 കൂട്ടിയാലാ 11 കിട്ടുക. അപ്പൊ ഇങ്ങനെ അടുത്തടുത്ത് വരുന്ന നമ്പേഴ്സ്. ഇതേപോലെ 4 and 5 ആർ കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ്. മനസ്സിലായോ? 2 കോൺസിക്യൂട്ടീവ് പോസിറ്റീവ് ഇന്റിജേഴ്സിന്റെ കാര്യമാണ് പറഞ്ഞത്. 2 നമ്പേഴ്സിന്റെ കാര്യം എടുക്കാനാണ്. നമുക്കറിയാം 10 കഴിഞ്ഞാൽ 11 എങ്ങനെ കിട്ടുന്നത്? 10-ന്റെ കൂടെ 1 കൂട്ടിയല്ല 11 കിട്ടുന്നത്. അപ്പൊ നമ്മൾ ഒരു നമ്പറിനെ എക്സ് ആയിട്ട് എടുക്കുന്നിരിക്കട്ടെ, അടുത്ത നമ്പർ എത്ര ആയിരിക്കും? x + 1 ആയിരിക്കും. മനസ്സിലായോ? ഈ എക്സിന്റെ കൂടെ 1 കൂട്ടിയാൽ കിട്ടുന്ന നമ്പറാണ് അതിന്റെ അടുത്ത നമ്പർ അല്ലേ? 10-ന്റെ കൂടെ 1 കൂട്ടിയാൽ 11 കിട്ടും. 10-ന് ശേഷമുള്ള നമ്പർ എങ്ങനെ കിട്ടുന്നത്? 10-ന്റെ കൂടെ 1 കൂട്ടിയാലാണ് കിട്ടുന്നത്. സോ ഒരു നമ്പർ x ആണെങ്കിൽ ആ എക്സിന്റെ കൂടെ ഒരു +1 ചെയ്താൽ മതി, നമുക്ക് തൊട്ടടുത്ത നമ്പറായ x + 1 കിട്ടും. ആ ക്വസ്റ്റ്യന്റെ ബാക്കി സം ഓഫ് ഹൂസ് സ്ക്വയേഴ്സ് ഈസ് 365 എന്നാ പറഞ്ഞത്. എന്ന് വെച്ചാല് സം ഓഫ് ഹൂസ് സ്ക്വയേഴ്സ്, നമ്മുടെ നമ്പേഴ്സ് ഏതായിരുന്നു? എക്സും x + 1-ഉം. അതിന് എന്ത് ചെയ്യണം? സ്ക്വയർ ചെയ്യണം. എക്സിന്റെ സ്ക്വയർ x². ഈ x + 1-ന്റെ സ്ക്വയർ എത്ര? x² + 1² ആണോ? അല്ല കേട്ടോ. x + 1-ന്റെ സ്ക്വയർ
ഇങ്ങനെ x+1 ദ ഹോൾ സ്ക്വയർ ആണ്. സോ രണ്ട് നമ്പേഴ്സിന്റെ സ്ക്വയർ എഴുതി തീർന്നോ? സം ഓഫ് ഹൂസ് സ്ക്വയേഴ്സ് ഈസ് 365 എന്നാ. ഈ സ്ക്വയേഴ്സിന്റെ സം ചെയ്യുമ്പോൾ എത്ര കിട്ടണം? 365 കിട്ടണമെന്നാ. സോ ഇവിടെ എന്ത് വരും? എക്സ് സ്ക്വയർ പ്ലസ് എന്താ x+1 ദ ഹോൾ സ്ക്വയർ? ഇത് a+b ദ ഹോൾ സ്ക്വയർ ഫോം ടേമിൽ വേണം എക്സ്പാൻഡ് ചെയ്യാൻ. സോ എത്ര വരും? എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1 ഈസ് ഈക്വൽ ടു 365 അല്ലേ? എക്സ് സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ 2x സ്ക്വയർ പ്ലസ് ഇവിടെ ഒരു 2x ഉണ്ട്. ഇവിടെ നോക്കി, ഇവിടെ ഒരു +1 ഉണ്ടല്ലേ? ഇവിടെ ഒരു +1 ഉണ്ട്. ഈ ഈക്വൽസിന്റെ ഇപ്പുറത്തുള്ള റൈറ്റ് സൈഡിലുള്ള 365 ഇപ്പുറത്തോട് കൊണ്ടുവന്ന എത്ര വരും? -365 ഈസ് ഈക്വൽ ടു 0 അല്ലേ? സോ 1 - 365 എത്രയാണത്? -364 ഈസ് ഈക്വൽ ടു 0. നമുക്ക് ഇങ്ങനെ ഈ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ട് പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ എല്ലാ ടൈമിലും ഒരു 2 ഉണ്ടല്ലോ. അപ്പൊ നമുക്ക് എല്ലായിടത്തും ഒരു 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കണക്ക് ചെയ്യാൻ വളരെ എളുപ്പത്തിൽ പറ്റും. മനസ്സിലായോ? അപ്പൊ എല്ലായിടത്തും ഒരു 2 കൊണ്ട് ഡിവൈഡ് ചെയ്തേ. 2x square divided by 2x square plus 2x divided by 2x minus 364 divided by 2 182 is equal to 0. പിന്നെ നമ്മുടെ തൊട്ടുമുമ്പത്തെ അതേ കലാപരിപാടികൾ അല്ലേ? സം എത്രയാണ്? 1 ആണ്. പ്രോഡക്റ്റ് എത്രയാണ്? -182 അല്ലേ? നമ്മൾ എന്താ ചെയ്യണ്ടേ? ഈ 182വിന്റെ ഫാക്ടേഴ്സിനെ എഴുതണം അല്ലേ? പഴയ തൊട്ടുമുമ്പത്തെ ക്വസ്റ്റ്യനിലും ഈ 182വിന്റെ ഫാക്ടേഴ്സ് ആരെന്ന് തോന്നുന്നു അല്ലേ? 1 × 182 ഉണ്ട്, 2 × 91 ഉണ്ട്. പിന്നെ തൊട്ടുമുമ്പ് ചെയ്ത് അതേ സ്റ്റെപ്പ് ഓർക്കുന്നോ? അതേ സംഗതി തന്നെ 13 × 14 ആണ്. ഇതാണ് വേണ്ടത്. നമ്മള് തൊട്ടുമുമ്പത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ ഈ 182വിനെ തന്നെയാണ് ഫാക്ടറൈസ് ചെയ്തത്. കണ്ടോ? അവിടെ നമുക്ക് സം -27 ആയിരുന്നു. പക്ഷെ ഇവിടെ സം 1 ആണ്. അപ്പൊ നമ്മുടെ ഫാക്ടേഴ്സ് ഇത്രയും ഫാക്ടേഴ്സ് ആണ് നമുക്കുള്ളത്. അപ്പൊ സം 1 വരണം. ഒരിക്കലും ഈ രണ്ട് നമ്പേഴ്സിനെ കൂട്ടിയാൽ 1 വരില്ല. സം എടുക്കുമ്പോൾ 1 വരുന്നില്ലെങ്കിൽ പിന്നെ മൈനസ് ചെയ്യുമ്പോൾ 1 വരുന്നോ നോക്കണം. അങ്ങനെയാണ് ഈ 14ഉം 13ഉം വരും. നോക്കിക്കേ, 14ഉം 13ഉം അതിന്റെ പ്രത്യേകത നോക്കി. 14 - 13 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 1 കിട്ടും. മനസ്സിലായോ? സോ നമ്മുടെ നമ്പേഴ്സ് ഏതാണ്? 14ഉം 13 അല്ല, -13 അല്ലെ? 14ഉം -13. അപ്പൊ ഇനി നോക്കിക്കേ, 14 - 13 1. 14 × -13 എത്ര വരും? -182. മനസ്സിലായോ? ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ നമ്പേഴ്സ് കണ്ടുപിടിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതെല്ലാം പ്രാക്ടീസ് ആണ്. സോ ഇംപ്ലീസ് ഇവിടെ എത്ര വരും? എക്സ് സ്ക്വയറും -182ഉം അതേപോലെ എഴുതുക. പ്ലസ് എക്സ് ഉണ്ടല്ലോ, അതിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? +14x -13x -182 is equal to 0. ഇവിടെ നമ്മൾ ഒരു എക്സ് കോമൺ എടുത്താൽ എത്ര വരും? x+14 അല്ലേ? ഇവിടുന്ന് ഒരു -13 കോമൺ എടുക്കുക. ബാക്കി x+14 is equal to 0. രണ്ടിടത്ത് നമ്മൾ x+14 കോമൺ എടുക്കണം. x+14 × x -13 is equal to 0. ഇവിടെ നമുക്ക് കണ്ടോ, ഇവിടെ x+14 is equal to 0 ഉണ്ട്. അതേപോലെ x -13 is equal to 0 ഉണ്ട്. ഇവിടുന്ന് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. -14, ഇവിടെ എക്സിന്റെ വാല്യൂ 13. നമുക്ക് രണ്ട് നമ്പേഴ്സ് കിട്ടി. അപ്പൊ തൊട്ടു മുമ്പത്തെ ക്വസ്റ്റ്യൻസിൽ ചെയ്തതുപോലെ നമുക്ക് എക്സിന് ഈ രണ്ട് വാല്യൂസും ഇട്ട് കൊടുത്താണ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് ഈ x is equal to -14 ആണല്ലോ ആദ്യം എടുക്കേണ്ടത്. നിങ്ങൾ ആ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചേ. ഫൈൻഡ് 2 കോൺസിക്യൂട്ടീവ് ബാക്കി പോസിറ്റീവ് ഇന്റിജേഴ്സ് എന്ന ക്വസ്റ്റ്യനിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായോ? എന്ത് നമ്പേഴ്സ് ആണ്? പോസിറ്റീവ് നമ്പറെ നമുക്ക് ആൻസർ ആയിട്ട് കിട്ടാൻ പാടുള്ളൂ. നമുക്കിവിടെ എന്താ കിട്ടിയത്? x is equal to -14 കിട്ടി. നമ്മുടെ നമ്പേഴ്സ് എന്ത് വരാൻ പാടില്ല? മൈനസ് വരാൻ പാടില്ല. കോൺസിക്യൂട്ടീവ് പോസിറ്റീവ് ഇന്റിജേഴ്സ് എന്നാ പറഞ്ഞത്. സോ ഈ -14 നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. ഇത് പോസിറ്റീവ് അല്ല, നെഗറ്റീവ് അല്ലേ? അപ്പൊ ഈ പോസിറ്റീവ് ഇന്റിജർ ആയിട്ട് നമുക്ക് ഈ മൈനസിന് എടുക്കാൻ പറ്റത്തില്ല. സോ നമുക്ക് ഈ x is equal to -14 ഈസ് നോട്ട് പോസിബിൾ. കാരണം അറിയാമല്ലോ, ക്വസ്റ്റ്യനിൽ അവർ നമ്മളോട് പോസിറ്റീവ് ഇന്റിജേഴ്സ് മാത്രം എടുക്കാൻ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. സോ ഈ -14 നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. Therefore എക്സിന്റെ വാല്യൂ എന്ത് മാത്രമേ ഉള്ളൂ? x is equal to 13 മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. 13 പോസിറ്റീവ് ആണോ?
ആണല്ലോ, 13 പോസിറ്റീവ് ഇന്റിജർ ആണല്ലോ. സോ എക്സ് ഈസ് ഈക്വൽ ടു 13 മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. ബാക്കി ചോദിച്ചിരിക്കുന്നുണ്ടോ, ലെറ്റ് ദ നമ്പേഴ്സ് ബി എന്നാ ചോദിച്ചത് അല്ലെ. ഈ നമ്പേഴ്സ് ഏതൊക്കെയാണെന്നാ ചോദിച്ചത്. അപ്പൊ നോക്കിക്കേ, ഇതേതാണ്. സോ ദെർഫോർ ദ നമ്പേഴ്സ് ബി ഏതൊക്കെയാ നമ്പേഴ്സ്? ആദ്യത്തെ നമ്പർ എക്സ് അല്ലേ, എത്ര വരും അത്? 13. ആൻഡ് രണ്ടാമത്തെ നമ്പറോ എക്സ് പ്ലസ് 1. എക്സ് പ്ലസ് 1 എന്ന് പറഞ്ഞാൽ 13 പ്ലസ് 1 അല്ലേ. സോ ദ നമ്പേഴ്സ് ഏതൊക്കെയാണ്? 13 പ്ലസ് 1 എത്ര? ആൻഡ് 14. മനസ്സിലായല്ലോ. ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. 5th ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്, അപ്പോൾ ഒരു റൈറ്റ് ട്രയാങ്കിളിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലായി. എന്നിട്ട് എന്താ പറഞ്ഞത്? ദ ഓൾട്ടിറ്റ്യൂഡ് ഓഫ് എ റൈറ്റ് ട്രയാങ്കിൾ ഈസ് 7 centimeter ലെസ് ദാൻ ഇറ്റ്സ് ബേസ്. അതവിടെ നിൽക്കട്ടെ. അടുത്ത ലൈൻ, ഇഫ് ദ ഹൈപ്പോട്ടന്യൂസ് ഈസ് 13 centimeter അല്ലെ. ഹൈപ്പോട്ടന്യൂസ് എത്രയാണ്? 13 centimeter ആണെന്ന് തന്നിട്ടുണ്ട്. നമ്മൾ ആ ക്വസ്റ്റ്യന്റെ ഫസ്റ്റ് ലൈൻ എന്നുള്ളത് വായിച്ചേ. ദ ഓൾട്ടിറ്റ്യൂഡ് ഓഫ് എ റൈറ്റ് ട്രയാങ്കിൾ ഈസ് 7 centimeter ലെസ് ദാൻ ഇറ്റ്സ് ബേസ്. ഏതാ ബേസ്? ഈ താഴത്തെ സൈഡ് ബി സി ആണ് നമ്മുടെ ബേസ് അല്ലേ. അപ്പൊ നമ്മൾ ഈ ബി സിക്ക് നമ്മൾ ഇപ്പോ ഒരു എക്സ് എന്ന് കൊടുത്തുന്നിരിക്കട്ടെ. എന്താ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്? ഓൾട്ടിറ്റ്യൂഡ്. ഏതാ ഓൾട്ടിറ്റ്യൂഡ്? എ ബി ആണ് അല്ലെ. ഓൾട്ടിറ്റ്യൂഡ് ഈസ് 7 centimeter ലെസ് ദാൻ ഇറ്റ്സ് ബേസ്. ബേസിനേക്കാളും എത്ര കുറവാണ്? 7 centimeter കുറവാണ്. ബേസ് എത്ര? എക്സ് അല്ലേ. അപ്പൊ ഓൾട്ടിറ്റ്യൂഡ് എന്തായിരിക്കും? ഈ എക്സിനേക്കാളും 7 centimeter ലെസ് എന്ന് പറഞ്ഞാൽ എത്രയാണത്? എക്സ് മൈനസ് 7 ആണ് നമ്മുടെ ഓൾട്ടിറ്റ്യൂഡ്. ഇനി ഫൈൻഡ് ദ അതർ 2 സൈഡ്സ്. അതായത് ഈ ബേസും അതേപോലെ ഈ ഓൾട്ടിറ്റ്യൂഡ് കണ്ടുപിടിക്കാനാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യനിൽ ഒരു പ്രത്യേകത ഉണ്ട്. അവർ ഇത്തരം കാര്യങ്ങളല്ലാതെ വേറെ ഒരു കാര്യം പോലും നമുക്ക് തന്നിട്ടില്ല. എന്നാൽ നമുക്ക് ഈ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുകയും വേണം. എങ്ങനെ ചെയ്യാൻ പറ്റും? 90 ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട്. അതൊരു പ്രധാനപ്പെട്ട കാര്യമല്ലേ. ഒരു ട്രയാങ്കിളിന്റെ ഒരു ആംഗിൾ 90 ഡിഗ്രി ആണെങ്കിൽ നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു റിസൾട്ട് അറിയാമല്ലോ. പൈതഗോറസ് തിയറം അറിയാം. എന്താ പൈതഗോറസ് തിയറം പറഞ്ഞിരിക്കുന്നത്? ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഏതാണ് ഇതിവിടെ? എ സി സ്ക്വയർ അല്ലെ. എ സി സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്താണ്? ബേസ് സ്ക്വയർ. ബേസ് ഏതാണ്? ബി സി സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഏതാണത്? എ ബി സ്ക്വയർ. സോ എത്ര ബി സി സ്ക്വയർ? എക്സ് സ്ക്വയർ പ്ലസ് എ ബി. എ ബി ഏതാണ്? എക്സ് മൈനസ് 7 ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സി സ്ക്വയർ. സോ നമുക്ക് ഈ ബ്രാക്കറ്റ് ഒക്കെ ഒന്ന് ഓപ്പൺ ആക്കി ഇതിനെ ഒന്ന് വൃത്തിക്ക് എഴുതാമല്ലോ. എക്സ് സ്ക്വയർ പ്ലസ് ഇത് എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ ഫോം അല്ലേ. എക്സ് സ്ക്വയർ മൈനസ് 14x പ്ലസ് 49 ഈസ് ഈക്വൽ ടു 13 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 169 ആണല്ലേ. സോ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ 2x സ്ക്വയർ മൈനസ് 14x അല്ലേ. ഇവിടെ ഒരു കണ്ടോ, ഇവിടെ ഒരു പ്ലസ് 49 ഉണ്ട്. മൈനസ് ഈ 169 ഇപ്പുറത്ത് വരുമ്പോൾ മൈനസ് 169 ആകും അല്ലേ. അപ്പൊ എത്ര വരും ആൻസർ? മൈനസ് 169 മൈനസ് 49 120 ഈസ് ഈക്വൽ ടു 0. നേരത്തെ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത പോലെ എല്ലാ ടൈമും ഒരു 2 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്താൽ നമ്മുടെ ജോലി എളുപ്പമായിരിക്കും. So 2x square by 2 x square minus 14 by 2 7x minus 120 by 2 minus 60 is equal to 0. ഇത് കുറച്ചുകൂടെ എളുപ്പമാണെന്ന് ചെയ്യാനേ. നമുക്ക് എന്താ വേണ്ടത്? സം ചെയ്യുമ്പോൾ -7 വരണം അല്ലെ. പ്രോഡക്റ്റ് എടുക്കുമ്പോൾ -60 വരണം. ഏതാണ് നമ്പേഴ്സ്? 12 minus 5 ചെയ്താൽ നമുക്ക് എന്ത് വരും? 7 വരും. നമുക്ക് 7 അല്ല വേണ്ടത്. നമുക്ക് -7 ആ വേണ്ടത്. അപ്പൊ ഈ 12 minus 5 ചെയ്താൽ നമുക്ക് 7 വരും അല്ലേ. സോ നമുക്ക് എന്ത് വേണം? 5 minus 12 ചെയ്താലോ. 5 minus 12 ചെയ്താൽ നമുക്ക് -7 വരും ആണല്ലോ. സോ നമ്മുടെ നമ്പേഴ്സ് ഏതൊക്കെയായിരിക്കും? +5 അല്ലെ. +5 -12 അല്ലെങ്കിൽ -12 +5. മനസ്സിലായല്ലോ. നമുക്ക് നോക്കാമോ? -12 +5 ആണോ? -12 +5 എത്രയാണത്? -7 ആണല്ലോ. ഇതേപോലെ -12 into 5 എത്രയാണത്? -60. പിടികിട്ടിയോ? സോ നമ്പേഴ്സ് ഏതാണ്? ഒന്നെങ്കിൽ 5 minus 12 എന്നോ അല്ലെങ്കിൽ -12 +5 എന്നോ നമുക്ക് എഴുതാം. സോ പഴയ പോലെ എക്സ് സ്ക്വയറും -60 അതേപോലെ എഴുതുക. -12x + 5x
ഇവിടെ രണ്ടിടത്ത് എക്സ് കോമൺ എടുക്കാമോ? എക്സ് കോമൺ എടുത്തേ എത്ര വരും? എക്സ് ഇൻറ്റു എക്സ് മൈനസ് 12 പ്ലസ് 5 കോമൺ എടുത്തേ 5 ഇൻറ്റു എക്സ് മൈനസ് 12 ഈസ് ഈക്വൽ ടു 0. സോ ഇവിടെയും എക്സ് മൈനസ് 12 ഉണ്ട്, ഇവിടെയും എക്സ് മൈനസ് 12 ഉണ്ട്. അത് നമുക്ക് കോമൺ എടുക്കാം. ഇൻറ്റു എക്സ് പ്ലസ് 5 ഈസ് ഈക്വൽ ടു 0. അപ്പൊ ഇവിടെ നമുക്ക് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് 12 അല്ലേ? അപ്പൊ എക്സ് ഈസ് ഈക്വൽ ടു 12 കിട്ടും. ഇവിടെ എന്താ പ്രശ്നം? ഇവിടെ എക്സ് പ്ലസ് 5 ഈസ് ഈക്വൽ ടു 0 ആണ്. സോ എക്സ് എത്രയാണ്? ഈ 5 അപ്പുറത്ത് പോകട്ടെ, മൈനസ് 5 വരും. എന്താ എക്സ്? എക്സ് ഒരു ദൂരമാണ്. ബി മുതൽ സി വരെയുള്ള ദൂരമാണ് എക്സ്. ദൂരം ചോദിക്കുമ്പോൾ നമ്മൾ ആരെങ്കിലും മൈനസ് പറയുമോ? ഇപ്പൊ തിരുവനന്തപുരം മുതൽ കോട്ടയം വരെയുള്ള ദൂരം ചോദിക്കുമ്പോൾ നമ്മൾ പറയുമോ അത് മൈനസ് 150 കിലോമീറ്റർ ഉണ്ടെന്ന് പറയുമോ? ഇല്ലല്ലോ, അത് പ്ലസ്സിലല്ലേ പറയുള്ളൂ. സോ ഈ ഡിസ്റ്റൻസ് ഒരിക്കലും മൈനസ് ആവില്ല. സോ എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് 5 ഇത് നോട്ട് പോസിബിൾ. കാര്യം മനസ്സിലായോ? ഇത് ഒരു ഡിസ്റ്റൻസ് ആണ്. ഡിസ്റ്റൻസ് ആയതുകൊണ്ട് നമുക്ക് ഒരിക്കലും മൈനസ് എടുക്കാൻ പറ്റില്ല. സോ എക്സിന്റെ വാല്യൂ ഏതായിരിക്കും? 12 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അതർ ടു സൈഡ്സാ എന്ന് പറഞ്ഞാൽ ബേസ് കണ്ടുപിടിക്കണം. ഏതാ ബേസ്? ബേസ് എന്ന് പറഞ്ഞാൽ ബി സി അല്ലേ? ബി സി എത്രയാണ്? എക്സ് ആ. എക്സ് എന്ന് പറഞ്ഞാൽ 12 സെന്റിമീറ്റർ. ഇതേപോലെ എ ബി എന്ന് കണ്ടുപിടിക്കാമോ? എ ബി എന്ന് പറഞ്ഞാൽ ഏതാ? ഓൾട്ടിറ്റ്യൂഡ് അല്ലേ? ദ ഓൾട്ടിറ്റ്യൂഡ് ഓഫ് ദ ട്രയാങ്കിൾ ഈസ് എത്ര വരും? എക്സ് മൈനസ് 7, ദാറ്റ് ഈസ് 12 മൈനസ് 7, 5 സെന്റിമീറ്റർ. കിട്ടിയോ? A cottage industry produces a certain number of pottery articles in a day എന്നൊക്കെ പറഞ്ഞാണ് ക്വസ്റ്റ്യൻ. എന്നിട്ട് ബാക്കി വായിച്ച it was observed on a particular day that the cost of production of each article was 3 more than twice the number of certain articles produced on that day എന്നൊക്കെ പറഞ്ഞ ക്വസ്റ്റ്യൻ ഇങ്ങനെ പറഞ്ഞിരിക്കുകയാണ്. എന്തൊക്കെയാണ് കണ്ടുപിടിക്കേണ്ടതെന്ന് വായിച്ച് പെട്ടെന്ന്. Find the number of articles produced and cost of each article. മനസ്സിലായോ? കണ്ടോ? നമ്മൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നേരത്തെ ചെയ്തില്ലേ? അതേപോലെ തന്നെയാണ് ഈ ക്വസ്റ്റ്യനും ചെയ്യേണ്ടത്. ഒരു ദിവസം പ്രൊഡ്യൂസ് ചെയ്യുന്ന ആർട്ടിക്കിൾസിന്റെ എണ്ണം അല്ലെ, നമ്പർ ഓഫ് ആർട്ടിക്കിൾസ് എന്നാ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് അത് എഴുതി തുടങ്ങാം. ആദ്യം ലെറ്റ് ദ നമ്പർ ഓഫ് ആർട്ടിക്കിൾസ് ബി എക്സ് എന്ന് കൊടുക്കുക. നമ്മള് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലും അങ്ങനെ തന്നെ ചെയ്തേ. ഫൈൻഡ് ദ നമ്പർ ഓഫ് ആർട്ടിക്കിൾസ് പ്രൊഡ്യൂസ്ഡ് അല്ലേ, ആൻഡ് കോസ്റ്റ് ഓഫ് ഈച്ച് ആർട്ടിക്കിൾ. മനസ്സിലായോ? കോസ്റ്റ് ഓഫ് ഈച്ച് ആർട്ടിക്കിൾ. നമുക്കതിനെ വൈ എന്ന് വിളിക്കാം. ഞാൻ ആ പഴയ ക്വസ്റ്റ്യന് പറഞ്ഞ പോലെ ഒരു ദിവസം 10 പ്രോഡക്ട്സ് ഉണ്ടാക്കി. ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കാനുള്ള ചെലവ് 3 ആണെന്നിരിക്കട്ടെ. ഒരു ദിവസം 10 ആർട്ടിക്കിൾ ഉണ്ടാക്കിന്നിരിക്കട്ടെ. ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കാനുള്ള കോസ്റ്റ് 3 ആണെന്നിരിക്കട്ടെ. എത്ര ആയിരിക്കും ടോട്ടൽ കോസ്റ്റ്? ഒരു ദിവസം 10 പെൻസിൽ ഉണ്ടാക്കി. ഒരു പെൻസിൽ ഉണ്ടാക്കാനുള്ള ചെലവ് 3 രൂപ. അങ്ങനെയാണെങ്കിൽ 10 പെൻസിൽ ഉണ്ടാക്കാനുള്ള ചെലവ് എത്രയാണ്? 10 into 3 എത്ര വരും? അത് 30 ആയിരിക്കുമല്ലോ. അപ്പൊ ഈ 30 എന്നുള്ളതാണ് നമുക്ക് ഒരു ദിവസത്തെ ടോട്ടൽ കോസ്റ്റ്. മനസ്സിലായല്ലോ? അപ്പൊ ഇവര് പറഞ്ഞിരിക്കുന്നത് കണ്ടോ? ഒരു ദിവസം നമ്മൾ നിർമ്മിച്ച ആർട്ടിക്കിൾസിന്റെ എണ്ണം എക്സ് ആണ്. ഒരു ആർട്ടിക്കിളിന്റെ വില വൈ ആണ്. അപ്പം ഇവിടുത്തെ 10ന്റെ സ്ഥാനത്ത് ഇവിടെ എക്സ് ആണ്, ഇവിടുത്തെ 3ന്റെ സ്ഥാനത്ത് ഇവിടെ വൈ ആണ്. മനസ്സിലായോ? ഒരു ദിവസം ഉണ്ടാക്കിയ ആർട്ടിക്കിളിന്റെ എണ്ണം എക്സ് ആണ്, അതിലെ ഓരോ ആർട്ടിക്കിളിന്റെയും വില വൈ ആണ്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ കോസ്റ്റ് എത്ര ആയിരിക്കും? ടോട്ടൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എക്സ് വൈ ആയിരിക്കും. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. അപ്പൊ നമുക്ക് ആ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ ഒന്ന് വായിക്കാം. എ കോട്ടേജ് ഇൻഡസ്ട്രി പ്രൊഡ്യൂസസ് എ സർട്ടൻ നമ്പർ ഓഫ് പോട്ടറി ആർട്ടിക്കിൾസ് ഇൻ എ ഡേ. ഇറ്റ് വാസ് ഒബ്സർവ്ഡ് ഓൺ എ പർട്ടിക്കുലർ ഡേ ദാറ്റ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് ഈച്ച് ആർട്ടിക്കിൾ വാസ് 3 more than twice the number of articles produced on that day എന്നാ പറഞ്ഞത് അല്ലേ? എന്താ പറഞ്ഞത്? കോസ്റ്റ് ഓഫ് ഈച്ച് ആർട്ടിക്കിൾ. എന്താ കോസ്റ്റ് ഓഫ് ഈച്ച് ആർട്ടിക്കിൾ? 3 more than എന്ന് പറഞ്ഞാൽ 3 പ്ലസ് ആണ് അല്ലേ? ട്വൈസ് ദ നമ്പർ. ട്വൈസ് എന്ന് പറഞ്ഞാൽ 2 into അല്ലേ? ട്വൈസ് ദ നമ്പർ ഓഫ് ആർട്ടിക്കിൾസ് പ്രൊഡ്യൂസ്ഡ് ഓൺ ദാറ്റ് ഡേ എന്നാ പറഞ്ഞിരിക്കുന്നത്. ഓൺ എ പർട്ടിക്കുലർ ഡേ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് ഈച്ച് ആർട്ടിക്കിൾ അല്ലേ? ഓരോ ആർട്ടിക്കിളിന്റെ കോസ്റ്റ് നമ്മൾ അതിന് എത്ര എടുത്തേക്കുന്നത്? വൈ എന്ന് എടുത്തിരിക്കുന്നത് അല്ലേ? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് ഈച്ച് ആർട്ടിക്കിൾ ഈസ് ബാക്കി 3 more than എന്ന് പറഞ്ഞാൽ 3 പ്ലസ് ബാക്കി ട്വൈസ് എന്ന് പറഞ്ഞാൽ 2 into ട്വൈസ് ദ നമ്പർ ഓഫ് ആർട്ടിക്കിൾസ് പ്രൊഡ്യൂസ്ഡ് ഓൺ ദാറ്റ് ഡേ. ഏതാ നമ്പർ ഓഫ് ആർട്ടിക്കിൾസ്? എക്സ് ആണ്. 3 more than ട്വൈസ് ദ നമ്പർ ഓഫ് ആർട്ടിക്കിൾസ് പ്രൊഡ്യൂസ്ഡ് ഓൺ ദാറ്റ് ഡേ എന്ന് പറഞ്ഞാൽ 2 into എക്സ്. മനസ്സിലായോ? അപ്പൊ ഇതിനെ നമുക്ക് ഇക്വേഷൻ നമ്പർ 1 എന്ന് വിളിക്കാം. അടുത്ത ലൈൻ വായിച്ചേ.
ഇഫ് ദ ടോട്ടൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഓൺ ദാറ്റ് ഡേ വാസ് 90. ഞാൻ നേരത്തെ ഈ ടോട്ടൽ കോസ്റ്റിനെ കുറിച്ച് പറഞ്ഞല്ലേ, എത്ര ടോട്ടൽ കോസ്റ്റ്? XY ഇല്ലേ, ഈ ടോട്ടൽ കോസ്റ്റ് എത്ര ആണെന്നാ പറഞ്ഞത്? 90 ആണെന്നാണ് പറഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് രണ്ട് ഇക്വേഷൻസ് കിട്ടി, ഈ ഇക്വേഷനും ഈ ഇക്വേഷനും ഉണ്ട്. നമുക്ക് എക്സിന്റെയും വൈയുടെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ വൈ ഉണ്ടല്ലോ, വൈയുടെ വാല്യൂ, വൈ എത്ര? 3 + 2x അല്ലേ? ആ വാല്യൂ എടുത്ത് ഈ രണ്ടാമത്തെ ഇക്വേഷനിലെ ഈ വൈക്ക് പകരം ഇട്ട് കൊടുത്താൽ മതി, പെട്ടെന്ന് ആൻസർ കിട്ടും. സോ എക്സ് ഇൻറ്റു എന്തായിരുന്നു വൈ? 3 + 2x = 90. So x into 3, 3x plus x into 2x, 2x square is equal to 90. അല്ലേ? So 2x square plus 3x ആണല്ലോ. 90 ഇപ്പുറത്ത് വരട്ടെ, -90 is equal to 0. സം ഏതാണ്? സം എന്ന് പറഞ്ഞാൽ 3 ആണ്. പ്രോഡക്റ്റ് ഏതാണ്? പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു 2 ഉണ്ടല്ലേ, 2 into -90 എത്ര വരും? -180. ഇപ്പൊ രണ്ട് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -180 വരണം, സം ചെയ്യുമ്പോൾ 3 വരണം. സോ ഈ 180യെ ഫാക്ടേഴ്സ് ചെയ്യണം കേട്ടോ. അപ്പൊ ഇതിൽ ഏതെങ്കിലും രണ്ട് നമ്പേഴ്സ് തമ്മിൽ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുമ്പോൾ 3 വരുമോ നോക്കണം. അപ്പൊ നോക്കിക്കേ, ഇവിടെ ഒരു 12 15 ഉണ്ട് കണ്ടോ, 12 and 15. 15 - 12 മനസ്സിലായോ? അതേപോലെ 15 into -12 ചെയ്താൽ എന്ത് കിട്ടും? നമുക്ക് -180 കിട്ടും. സോ നമ്മുടെ നമ്പേഴ്സ് ഏതായിരിക്കും? 15ഉം -12ഉം ആയിരിക്കും. സോ 2x square അല്ലെ പ്ലസ് 3x എത്ര വരും? പ്ലസ് 15x -12x -90 = 0. ബാക്കി ചെയ്യാമല്ലോ. ഇവിടുന്ന് ഒരു x കോമൺ എടുക്കുക, ബാക്കി 2x + 15 അല്ലെ. ഇവിടുന്ന് ഒരു -6 കോമൺ എടുക്കുക, ബാക്കി 2x + 15 = 0. രണ്ടിടത്തു നിന്നും 2x + 15 കോമൺ എടുക്കുക, 2x + 15 ഇൻറ്റു ബാക്കി x - 6 = 0. സോ ഇവിടെ നമുക്ക് 2x + 15 = 0. സോ 2x = -15, x = -15/2 വരും. ഇവിടെ അതേപോലെ x - 6 = 0 അല്ലേ, സോ x = 6 വരും. അപ്പൊ നിങ്ങൾ നോക്കിക്കേ, എന്തായിരുന്നു എക്സ്? എക്സ് എന്ന് പറഞ്ഞാൽ ദ നമ്പർ ഓഫ് ആർട്ടിക്കിൾസ് പ്രൊഡ്യൂസ്ഡ് ഓൺ എ ഡേ അല്ലെ, ഒരെണ്ണമാണ് എക്സ് എന്നുള്ളത്. അപ്പൊ ഈ എണ്ണം ഒരിക്കലും മൈനസ് ആകാൻ പാടില്ല, അതേപോലെ എണ്ണം ഫ്രാക്ഷൻ ആകാനും പാടില്ല. അപ്പൊ നിങ്ങളുടെ കയ്യിൽ എത്ര ഇൻസ്ട്രുമെന്റ് ബോക്സ് ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? -15/2 ഇൻസ്ട്രുമെന്റ് ബോക്സ് ഉണ്ടെന്ന് പറയുമോ? നമ്മൾ ഒരിക്കലും എണ്ണമൊന്നും മൈനസിലും പറയില്ല, ഫ്രാക്ഷനിലും പറയില്ല. സോ x = -15/2 എന്നുള്ള വാല്യൂ മൈനസ് ആയതുകൊണ്ടും ഫ്രാക്ഷൻ ആയതുകൊണ്ടും എടുക്കാൻ പറ്റില്ല. ദിസ് ഈസ് നോട്ട് പോസിബിൾ. അതുകൊണ്ട് എക്സിന്റെ വാല്യൂ ഏത് മാത്രമായിരിക്കും? x = 6 മാത്രമായിരിക്കും. അങ്ങനെ എക്സിന്റെ വാല്യൂ കിട്ടുകയാണെങ്കിൽ വൈയുടെ വാല്യൂ കണ്ടുപിടിക്കാമല്ലോ. എന്താണ് വൈയുടെ വാല്യൂ? നമ്മൾ ഇക്വേഷൻ നമ്പർ 1 കൊടുത്താൽ മതി. y = 3 + 2 ഇൻറ്റു എക്സിന്റെ വാല്യൂ ഏതായിരുന്നു? 6 അല്ലേ. സോ 3 + 2 ഇൻറ്റു 6 എത്ര? 12. 12 + 3 15. അപ്പൊ എക്സിന്റെ വാല്യൂ കിട്ടി, വൈയുടെ വാല്യൂ കിട്ടി. നമ്മളോട് ചോദിച്ചിരുന്നത് ഫൈൻഡ് ദ നമ്പർ ഓഫ് ആർട്ടിക്കിൾസ് പ്രൊഡ്യൂസ്ഡ് ആൻഡ് കോസ്റ്റ് ഓഫ് ഈച്ച് ആർട്ടിക്കിൾ ആണ്. നമ്പർ ഓഫ് ആർട്ടിക്കിൾസിനെ നമ്മൾ എക്സ് എന്നാണ് എടുത്തത്. എക്സ് എത്രയായിരുന്നു? 6 അല്ലായിരുന്നു. therefore നമ്പർ ഓഫ് ആർട്ടിക്കിൾസ് = 6. പിന്നെ കോസ്റ്റ് ചോദിച്ചിട്ടുണ്ട്, അതിന്റെ കോസ്റ്റ് ഓഫ് ഈച്ച് ആർട്ടിക്കിൾ. അപ്പൊ കോസ്റ്റിനെ നമ്മൾ വൈ എന്നാണ് എടുത്തത്. അപ്പൊ എത്ര ആയിരുന്നു ഇവിടെ? വൈയുടെ വാല്യൂ 15. സോ കോസ്റ്റ് = 15. ഈ കോസ്റ്റ് എഴുതുമ്പോഴേ, ഈ തുക എഴുതുമ്പോഴൊക്കെ നമ്മൾ ഒന്നെങ്കിൽ ഈ ₹15 എന്ന് എഴുതണം കേട്ടോ. ₹15. ഇത്രയുമാണ് എക്സസൈസ്. നന്നായിട്ട് കണ്ട് നന്നായിട്ട് എഴുതി തന്നെ പഠിക്കണം കേട്ടോ.